ബ്യൂട്ടിഫുൾ സോങ്സ്. ഞാൻ ഈ അടുത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഫൺ ദേ ഹാഡ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് പറയുന്നത് ഇതാണ്: ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പുസ്തകം കിട്ടിയ ആ കാലഘട്ടത്തിൽ കുട്ടികൾ ഒരുപക്ഷെ പുസ്തകം കണ്ടിട്ടേ ഉണ്ടാവില്ല. അവർക്ക് എന്തായിരിക്കും പുസ്തകത്തിനോടുള്ള വീക്ഷണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർക്കൊരു പുസ്തകം കയ്യിൽ കിട്ടിയ അവരുടെ അഭിപ്രായം എന്തായിരിക്കും എന്നൊക്കെ. അതിനകത്ത് പറയുന്നുണ്ട് ഇത് ഒരു വേസ്റ്റ് ഓഫ് മണിയാണ്, വേസ്റ്റ് ഓഫ് ടൈമാണ് എന്നൊക്കെ, ഈ പുസ്തകം ഉണ്ടാക്കുന്നതും അതിനകത്ത് പ്രിൻ്റ് ചെയ്യുന്നതും ഒക്കെ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ചർച്ച കഴിഞ്ഞു. വീട്ടിലെത്തി ഞാൻ എൻ്റെ അസൈൻമെൻറ്റും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് സാധാരണ എൻ്റെ മക്കൾ ഉറങ്ങിയിട്ടാണ് ഞാൻ എഴുതാറ്. ഞാൻ എഴുതി തുടങ്ങിയപ്പോഴേക്കും ഒരാൾ ഉറങ്ങിയ ആൾ എഴുന്നേറ്റ് വന്നു, ചെറിയ കുട്ടി. അദ്ദേഹം ഇത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താണിത്, എന്താ എഴുതുവാണോ എന്നൊക്കെ. അപ്പം അതെ. അപ്പോൾ ആണ് ചോദിക്കുന്നത്, എങ്ങനെ എഴുതാൻ പറ്റുന്നത് എന്നുള്ളതാണ് ആളുടെ സംശയം. ഞാൻ പറഞ്ഞു, ABCD ഒക്കെ കുട്ടി പഠിക്കണില്ലേ, കുട്ടിയുടെ ചേട്ടൻ പഠിക്കണില്ലേ, അത് ഇതിനാണ്, ഇങ്ങനെ എഴുതാനാണ്. ആൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അതായത് ഇങ്ങനെ മനുഷ്യന് കൈകൊണ്ട് എഴുതാൻ പറ്റും, ഇതുപോലെ ഭംഗിയായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളത് ആൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാനൊക്കെ കർസീവ് റൈറ്റിംഗ് പഠിച്ചിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും എഴുതുന്ന കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. അതായത് എൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ എഴുതാറുണ്ടായിരുന്നു. മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എല്ലാ ഭാഷകളും അവർക്കറിയുന്നത് അവർ എഴുതാറുണ്ട്, എഴുതി കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കുട്ടികളത് കണ്ടിട്ടില്ല. അതപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, അത്തരമൊരു ലെവലിൽ നമ്മുടെ നാട് മാറുന്നുണ്ട്, നമ്മുടെ ജനറേഷൻസ് മാറുന്നുണ്ട്. പക്ഷെ ആ മാറ്റം നമ്മുടെ വീടിനുള്ളിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ മൊമെൻറ്റിലാണ്. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.